Good morning. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഒന്ന് നോക്കി, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എന്താ സർവീസസിനെ കുറിച്ച് പറഞ്ഞതല്ലേ? സർവീസസിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി ഓഫ് സർവീസ് വായിച്ചു നോക്കിയാലും എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്രേ. ഓക്കെ, റീഡ് ചെയ്തായിരുന്നില്ലേ? അപ്പൊ കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. എൻലാർജ് ചെയ്യാമോ? ഇപ്പൊ നോക്കിയേ, എഴുതിയേക്കുന്ന ക്ലിയർ ആണോ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ഓക്കെ ആണ് അല്ലെ? യെസ്. അപ്പൊ നമ്മള് ഇല്ല, പറ്റുന്നുണ്ട്, ചിലര് പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എന്താ പറ്റി? ഓക്കെ, ഫോണിൽ കാണില്ല. ഓക്കെ, ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ നോക്കിയേ, ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് യെസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? സർവീസസ് അല്ലെ? സർവീസിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്? 5 പോയിന്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എല്ലാവരും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നോ? 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയില്ലേ? ചെയ്ത് നോക്കി അല്ലെ? അപ്പൊ എല്ലാ ക്ലാസ്സും കഴിയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അന്ന് നിങ്ങൾക്ക് പിന്നെ ക്ലാസ് കഴിഞ്ഞ് നാളത്തേക്ക് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ അതെല്ലാം ചെയ്ത് നോക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. A hospital administrator, ഒന്ന് കറക്റ്റ് ചെയ്തേരാ കേട്ടോ. അഡ്മിനിസ്ട്രേറ്റർ ആക്കാം കേട്ടോ. A hospital administrator has the responsibility to serve the medical industry. അപ്പോ നമ്മള് കഴിഞ്ഞ നമ്മുടെ HI പഠിച്ചതാണ് അല്ലെ? 3 ചാപ്റ്റർ നമ്മൾ പഠിച്ചു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. മൂന്നാമത്തെ മൊഡ്യൂളില് നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. പിന്നെ 4th മൊഡ്യൂള് 6ാമത്തെ ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു. പിന്നെ അവിടെ 10ാമത്തെ ചാപ്റ്റർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 3 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? റെസ്പോൺസിബിലിറ്റിയിലെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ പഠിച്ചതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒക്കെ. അതിനകത്ത് എന്താ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയുന്നേ? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതല്ലേ ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു മേൽനോട്ടം, അതാണ്. 3 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചു വെച്ചേക്കുന്ന, അതുകൊണ്ട് കൂടുതൽ ഇനിയിപ്പോ ഡീറ്റെയിൽ പറയണ്ട. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു സെർവ് ദ മെഡിക്കൽ ഇൻഡസ്ട്രി. മെഡിക്കൽ വ്യവസായത്തെ സെർവ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനുള്ളത്. എങ്ങനെയാ?
എങ്ങനെയാ? ബൈ എൻഷുറിംഗ് ദ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഡെലിവറി ഓഫ് ഹെൽത്ത് കെയർ. നല്ല കാര്യക്ഷമമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയല്ലേ മെഡിക്കൽ വ്യവസായത്തെ സപ്പോർട്ട് ചെയ്യുന്നത്, സെർവ് ചെയ്യുന്നത് അല്ലെ? വരുന്ന പേഷ്യൻസിനൊക്കെ നല്ല രീതിയിൽ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ മെഡിക്കൽ ഇൻഡസ്ട്രീനെ എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ? He has to take care of doctors, nurses and other paramedical staff. ആരാ പാരാമെഡിക്സ് എന്ന് പറയുന്നത്? അത് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള് അല്ലെ? ആംബുലൻസ് സർവീസിലൊക്കെ പഠിച്ചിട്ടുണ്ട് പാരാമെഡിക്സ്. പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടറും നേഴ്സും അല്ലാതെ എന്താ അവരുടെ വർക്കില് സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയോ? പാരാമെഡിക്കൽ സ്റ്റാഫ് എക്സാമ്പിൾ പറയോ ആരെങ്കിലും? ലാബ്. ഓക്കെ, വെരി ഗുഡ്. ലാബ് ടെക്നീഷ്യൻ അല്ലെ? ECG ടെക്നീഷ്യൻ, പിന്നെ എക്സ്റേ ടെക്നീഷ്യൻ, ഇവരൊക്കെ ആരാണ്? പാരാമെഡിക്കൽ സ്റ്റാഫ് ആണ്. ഹു അസിസ്റ്റ് ഡോക്ടർ ആൻഡ് നേഴ്സസ് ഇൻ പ്രൊവൈഡിങ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡോക്ടറിനെ നേഴ്സിനെ ഒക്കെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. പിന്നെ പേഷ്യന്റ് ആൻഡ് അതർ എംപ്ലോയീസ്, മറ്റുള്ള എംപ്ലോയീസുകളെ ആൻഡ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാ പങ്കാളികളും ഒക്കെ എന്ത് ചെയ്യുക? ടേക്ക് കെയർ, എല്ലാവരെയും കെയർ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ? എല്ലാവരെയും എന്ത് ചെയ്യുന്നു? പരിപാലിക്കുന്നു. He has to take care of doctors, nurses and other paramedical staff, patient and other employees and all the stakeholders. അതിനകത്ത് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാക്കിയോ? ഒന്ന് കറക്റ്റ് ചെയ്തേക്കും. അഡ്മിനിസ്ട്രേറ്റർ, RATOR, administrator. Okay, hospital administrator has the responsibility to serve the medical industry. അദ്ദേഹം he has to take care of ആരെയൊക്കെ പരിപാലിക്കുന്ന? ഡോക്ടേഴ്സിനെ, നേഴ്സിനെ, മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിനെ, പേഷ്യൻസ് ആൻഡ് അതർ എംപ്ലോയീസ് ആൻഡ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാ പങ്കാളികളെയും ഒക്കെ പരിപാലിക്കുന്നു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഡെവലപ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ ഒക്കെ ഒന്ന് വായിച്ചിട്ട് വരാൻ. വായിച്ചായിരുന്നോ? അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. ചരക, സുശ്രുത, നമ്മൾ ആയുർവേദ, യുനാനി, ഇതൊക്കെ നമ്മള് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിൽ പഠിച്ചില്ലേ? അതൊക്കെ തന്നെയാണ് കുറെ ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഹിസ്റ്ററി പോലെ ഒന്ന് വായിച്ചു പോകാം നമുക്ക്. India, a country with a centuries-old tradition of medical science, first became familiar with the modern system of medicine in the 17th century. നമ്മൾ പഠിച്ചില്ലേ? 17th centuryയിലെ മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ അറിവ് ചെയ്തു എന്നുള്ളത് നമ്മൾ ആ ഹിസ്റ്ററിയിൽ ഓൾറെഡി പഠിച്ചതാണ്. അതായത് എന്താ പറഞ്ഞേക്കുന്ന? ഇന്ത്യ, എ കൺട്രി വിത്ത് എ സെഞ്ചുറീസ് ഓൾഡ് ട്രഡീഷൻ ഓഫ് മെഡിക്കൽ സയൻസ്. എന്താ പറഞ്ഞേക്കുന്നത്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൈദ്യശാസ്ത്ര പാരമ്പര്യമുള്ള ഇന്ത്യ ഒരു മെഡിസിനില് ഒരു എന്താ പറയാ ഒരു ആധുനിക വൈദ്യശാസ്ത്രം ആദ്യമായി പരിചയപ്പെട്ടത് എപ്പോഴാണ്? 17th സെഞ്ചുറിയിലാണ്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഇന്ത്യ ഫസ്റ്റ് ബിക്കേം ഫെമിലിയർ വിത്ത് ദ മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ഇൻ ദ എത്രയാണ്? 17th സെഞ്ചുറി. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൈദ്യശാസ്ത്ര പാരമ്പര്യമുള്ള ഇന്ത്യ ഒരു മെഡിസിനില് ഒരു ആധുനിക വൈദ്യശാസ്ത്രം പരിചയപ്പെട്ടത് 17th സെഞ്ചുറിയോട് കൂടിയാണ്. 17th century. India became an independent nation on 1947. നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ആയി വരുന്ന 1947 and become a federal republic in 1950. റിപ്പബ്ലിക് ആയത് 1950-ല് 1947-ല് ഇൻഡിപെൻഡന്റ് ആയി. There have been various developments in healthcare sectors in the post-independence era. എന്നൊരു പീരീഡ് എന്നുള്ള ഇതാട്ടോ ഇൻഡിപെൻഡൻസ് പീരീഡ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് അല്ലെങ്കിൽ ഈറ.
എന്താ പറഞ്ഞേക്കുന്നേ? അപ്പൊ നമുക്ക് ആ ഹെൽത്ത് കെയർ സെക്ടറിൽ ധാരാളം ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തില് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് പറഞ്ഞിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമൊക്കെ ഈ മെഡിസിനില് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടേഴ്സില് ഈ എന്താ ധാരാളം ഡെവലപ്മെന്റുകൾ പുരോഗതികൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് പറഞ്ഞേക്കുന്ന നോക്കിയേ. But the problem like higher population density. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1947 ആയിപ്പോ ഇൻഡിപെൻഡന്റ് ആയി, 1950 കൂടി ഒരു ഫെഡറൽ റിപ്പബ്ലിക് ആയി. എന്നിട്ട് അപ്പൊ നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം എന്താണ് ആ മെഡിസിൻ ഒരു ഹെൽത്ത് കെയർ സെക്ടേഴ്സില് നമുക്ക് ധാരാളം ഡെവലപ്മെന്റുകളും പുരോഗതികളും വന്നിട്ടുണ്ട്. ബട്ട് എന്നാൽ പ്രോബ്ലം ലൈക്ക് ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി, എന്നാൽ ഉയർന്ന ജനസാന്ദ്രത, ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താ ഉയർന്ന ജനസാന്ദ്രത കാരണം ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് പീപ്പിൾ, ഗണ്യമായ ആളുകളുടെ കുറഞ്ഞ ഒരു സാമൂഹിക സാമ്പത്തിക നില. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് പീപ്പിൾ, ഗണ്യമായ ആളുകളുടെ കുറഞ്ഞ ഒരു സാമൂഹിക സാമ്പത്തിക നില. ഇനി ആൻഡ് ലോ ലിറ്ററസി റേറ്റ് ഇൻ സം പാർട്സ് ഓഫ് ദ കൺട്രി, എന്ന രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളുടെ എന്താണ് ആ കുറഞ്ഞ സാക്ഷരതാ നിരക്ക്. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നേ. എന്തൊക്കെയാ ഫസ്റ്റ് പറഞ്ഞേ? ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി, അല്ലെ, ഉയർന്ന ജനസാന്ദ്രത. രണ്ടാമത്തെ എന്താ? ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ സിഗ്നിഫിക്കന്റ്. ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടി പറയാണ് ഞാൻ അവിടെ കേട്ടോ. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം എന്താ ഒരു ആരോഗ്യ മേഖലയിൽ ധാരാളം പുരോഗതികൾ വന്നിട്ടുണ്ട്. ഇൻഡിപെൻഡൻസിന് ശേഷം ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ധാരാളം ഡെവലപ്മെന്റുകൾ വന്നിട്ടുണ്ട്. എങ്കിലും ബട്ട് എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം നോക്കിയാൽ ഏതൊക്കെയാ? ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഉയർന്ന ജനസാന്ദ്രത. രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് പീപ്പിൾ, ഗണ്യമായ ആളുകളുടെ കുറഞ്ഞ സാമൂഹിക സാമ്പത്തിക നില. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് ലോ ലിറ്ററസി റേറ്റ് ഇൻ സം പാർട്സ് ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളുടെ കുറഞ്ഞ സാക്ഷരതാ നിരക്ക്, ലിറ്ററസി റേറ്റ്, കുറഞ്ഞ സാക്ഷരതാ നിരക്ക്. ഇതൊക്കെ എന്തിനു കാലേ? റിസൾട്ടഡ് ഇൻ പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഇതെല്ലാം എന്താണ്? മോശമായ ഒരു ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ചു. കേട്ടിട്ടുണ്ടോ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്? എന്താ health indicators? Health indicators are measurable data points that help to assess the health of a population. അതായത് ഒരു ജനസംഖ്യയുടെ ഒരു ആരോഗ്യം നിലനിർത്താൻ, ആരോഗ്യം വിലയിരുത്താനായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ, ഒരു ജനസംഖ്യയുടെ ആരോഗ്യം വിലയിരുത്താൻ സഹായിക്കുന്ന അളക്കാവുന്ന ഡേറ്റ പോയിന്റ് ആണ് നമ്മള് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ 3 കാരണങ്ങൾ പറഞ്ഞില്ലേ നമ്മള്? പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ വന്നത്, പിന്നെ ഈ ഗണ്യമായ ആളുകളുടെ കുറഞ്ഞ സാമൂഹിക സാമ്പത്തിക നില, പിന്നെ അടുത്ത ലിറ്ററസി റേറ്റ്, ലോ ലിറ്ററസി റേറ്റ്. ഇതെല്ലാം എന്തിലേക്ക് കാരണമായി? റിസൾട്ടഡ് ഇൻ പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, മോശമായ ഒരു ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ചു. അവിടെ എഴുതി വെക്കണം. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നോട്ട് ചെയ്യണം. വേണം? ഒരു ഒറ്റ സെന്റൻസ് മതി കേട്ടോ, ഒരുപാടൊന്നും വാരി വലിച്ച് എഴുതണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതിക്കോ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ measurable, MEASURABLE, measurable data points, POINTS, measurable data points that help assess assess the health of
a population. The health of a population. ഒരു ജനസംഖ്യയുടെ ആരോഗ്യം വിലയിരുത്താൻ സഹായിക്കുന്ന ഒരു അളക്കാവുന്ന ഒരു ഡേറ്റ പോയിന്റ് ആണ് മെഷറബിൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ measurable, measurable, measurable data points, points that help assess a the health of a population. ഇതെല്ലാം എന്ത് കാരണമായി? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ ശേഷം നമ്മള് എന്താ പറയാ, ഇൻഡിപെൻഡൻസിന് ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തില് നമുക്ക് ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, ആരോഗ്യ മേഖലയില് പല പുരോഗതികൾ വന്നിട്ടുണ്ട്. വേരിയസ് ഡെവലപ്മെന്റ്, പല പുരോഗതികളും വന്നിട്ടുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങൾ, അത് മൂന്നെണ്ണം അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് കേട്ടോ. എന്തൊക്കെയാണ് ചില പ്രോബ്ലംസ്? ഇതാ higher population density, low socio-economic status of a significant number of people, then low literacy rate. ഇത് in some parts of the country. ഇത് മൂന്നും എന്തിന് കാരണമായി? have resulted in poor health indicators. മോശമായ ഒരു ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ചു. ഇന്ത്യ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇത് ഹിസ്റ്ററി ആണ്. നമ്മൾ മറ്റേ ചാപ്റ്റർ പഠിച്ച പോലെ ഹിസ്റ്ററി പോലെ ഒന്നും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിന് ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റിലേക്ക് ഇടാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ഫുൾ ഇങ്ങനെ കട്ട് ചെയ്തില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ അവിടെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലൊക്കെ പഠിച്ചില്ലേ? ഇനി നമ്മള് ഹോസ്പിറ്റലിലെ ആ ഒരു സെക്ഷനിലേക്കൊക്കെ വന്നേ ഉള്ളൂ. ആദ്യം അതിന്റെ ബേസ് ആയിട്ട് നമ്മളൊരു ഹിസ്റ്ററി ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. കുറെയൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. 17th സെഞ്ചുറിയിലെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? 17th സെഞ്ചുറി ഓർമ്മണ്ട? ഹിസ്റ്ററിയിൽ എന്താ പറഞ്ഞേ? 17th സെഞ്ചുറിയില് മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ, അറൈവൽ ഇൻ ദ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനില് ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വന്നു. 17th സെഞ്ചുറിയിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചതാണ് അവിടെ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഫസ്റ്റ് ബിക്കം ഫെമിലിയർ വിത്ത് ദ മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഏത് സെഞ്ചുറിയിലാ? 17th സെഞ്ചുറി. അത് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻഡിപെൻഡൻസിന് ശേഷം ധാരാളം ഡെവലപ്മെന്റ് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് അതിന്റെ റീസൺസ് ആ പറഞ്ഞേക്കുന്ന പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് കാരണമായിട്ടുള്ള മോശമായ ആരോഗ്യ സൂചകങ്ങളിലേക്ക് നയിച്ച ചില പ്രശ്നങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ, ഇന്ത്യ ഹാസ് എ റിച്ച് സെഞ്ചുറീസ് ഓൾഡ് ഹെറിറ്റേജ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സയൻസ്. ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെറിറ്റേജ് പാരമ്പര്യം അല്ലെ? പിന്നെ ഇന്ത്യക്ക് ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മെഡിക്കൽ ഹെൽത്ത് സയൻസുകളുടെ ഒരു സമ്പന്നമായ ഒരു പാരമ്പര്യമുണ്ട്. നമ്മൾ പണ്ട് മുതലൊക്കെ ആണെങ്കിൽ മെഡിസിനിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാരമ്പര്യമുണ്ട്. ഹെൽത്ത് സയൻസ്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സയൻസിൽ ഇന്ത്യക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യമുണ്ട്. The approach of ancient Indian medical system was one of the holistic treatment. പറഞ്ഞേക്കുന്നത് holistic എന്ന് വെച്ചാൽ ഒരു സമഗ്രമായ ചികിത്സ. നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? The approach of the ancient Indian medical system was one of the holistic treatment. എന്താ? ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിന്റെ ഒരു സമീപനം എന്ന് പറഞ്ഞത് എന്താണ്? ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ്, ഒരു സമഗ്രമായ ഒരു ചികിത്സാ രീതിയായിരുന്നു. അവിടെ പറയുന്നുണ്ട് കേട്ടോ. The history of healthcare India can be traced to the Vedic times. പഠിച്ചിട്ടുണ്ടല്ലോ വേദിക് ടൈം, വേദിക് പീരീഡുകള്. എന്താണ് ഇടയ്ക്കത് ഷോർട്ടായി പോയത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? വീണ്ടും അതെന്തോ അങ്ങനെ ആയിപ്പോയി. എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് നമ്മളോട് ഞാൻ ശരിയാക്കാം. യെസ്, കുഴപ്പമില്ല എന്ന് പറയുന്നത്.
Okay, okay. The approach of the ancient Indian medical system was one of the holistic treatment. The history of healthcare in India can be traced to Vedic times. A period of 500 BCE. BCE എന്ന് പറഞ്ഞാൽ before common era. 500 BCE. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് the history of healthcare in India can be traced to Vedic times. ഏത് കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യയിലെ ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു ചരിത്രം വേദ കാലഘട്ടങ്ങളിലായിരുന്നു. വേദ കാലഘട്ടങ്ങളിൽ കണ്ടെത്താൻ പറ്റും. In which the description of a Dhanvantari, the Hindu god of medicine, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേനെ കേട്ടോ. അതിൽ ഒരു ഹൈന്ദവ വൈദ്യശാസ്ത്രത്തിന്റെ ദേവനായ ധന്വന്തരി. ആ പേര് നോക്കിയേ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ധന്വന്തരി, ദ ഹിന്ദു ഗോഡ് ഓഫ് മെഡിസിൻ. അണ്ടർലൈൻ ചെയ്തിടാ. അതില് ഹിന്ദു വൈദ്യശാസ്ത്രത്തിന്റെ ദേവനായ ധന്വന്തരിയുടെ ഒരു വിവരണം അതിന് ഉണ്ടായിരുന്നു. ഓക്കെ, അഥർവവേദ, വൺ ഓഫ് ദ 4 വേദാസ്, 4 വേദങ്ങളില് ഒരു വേദമാണ് അഥർവവേദം. അപ്പൊ ഏതൊക്കെയാ മറ്റു വേദങ്ങൾ? ഏതൊക്കെയാ 4 വേദങ്ങൾ? ഏതൊക്കെയാ 4 വേദാസ് ഏതൊക്കെയാ? ഋഗ്വേദ, പിന്നെ സാമവേദ, യജുർവേദ, അഥർവവേദ. 4 വേദങ്ങൾ അല്ലെ? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. അതില് അഥർവവേദ, വൺ ഓഫ് ദ 4 വേദാസ്, ഈ 4 വേദങ്ങളില് ഒന്നായ അഥർവവേദ എന്താ? ഈസ് കൺസിഡർഡ് ടു ഹാവ് ഡെവലപ്ഡ് ഇൻടു ആയുർവേദ. അതില് 4 വേദങ്ങളിൽ ഒന്നായ അഥർവവേദ ആയുർവേദമായി പുരോഗമിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേത് അഥർവവേദ, വൺ ഓഫ് ദ 4 വേദാസ് ഈസ് കൺസിഡർഡ് ടു ഹാവ് ഡെവലപ്ഡ് ഇൻടു ആയുർവേദ. ആയുർവേദമായിട്ട് ഏത് വേദം പുരോഗമിച്ചത്? അഥർവവേദാണ്. അപ്പൊ 4 വേദങ്ങളിൽ ഒന്നായ അഥർവവേദ ആയുർവേദമായിട്ട് പുരോഗമിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഇനി നോക്കിയേ, ആയുർവേദം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ആയുർവേദം പഠിച്ചിട്ടേ നമ്മള്? ആയുർവേദം പഠിച്ചിട്ടുണ്ട്. It's considered to have developed into Ayurveda, a traditional Indian form of holistic medicine. ആയുർവേദം എന്താ പറഞ്ഞേക്കണേ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം എന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇതിനകത്ത് ആയുർവേദത്തിൽ പറഞ്ഞേക്കുന്ന ഈ ഭൂമിയിലെ എല്ലാ സർവ്വചരാചരങ്ങളും ഉണ്ടായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്, പഞ്ചഭൂതാസ് അല്ലെ? അപ്പൊ അതിനകത്ത് നമ്മള് ട്രീറ്റ്മെന്റും എന്താ പറഞ്ഞേക്കുന്നത്? 3 ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് ആയുർവേദം പറയുന്നുണ്ട്. വാത, പിത്ത, കഫ അല്ലെ? ഇങ്ങനെ 3 ദോഷങ്ങളുണ്ട്. ഈ 3 ദോഷങ്ങളുടെയും ധാതുവിന്റെയും ഈ സമഗ്രമായ അവസ്ഥയാണ് ആരോഗ്യം. അതാണ് ആയുർവേദം പറയുന്നത് അല്ലെ? അപ്പൊ അതിനകത്ത് പറഞ്ഞു, അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ദ ഫിലോസഫി ഓഫ് ആയുർവേദ. ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വശാസ്ത്രം, ആയുർവേദത്തിന്റെ തത്വശാസ്ത്രം. ദ ഫിലോസഫി ഓഫ് ആയുർവേദ. ഫാദർ ഓഫ് ആയുർവേദ ആരാ? പഠിച്ചല്ലോ. അത് ഇതിനകത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഫാദർ ഓഫ് ആയുർവേദ, ഈസ് ദ ഫാദർ ഓഫ് ആയുർവേദ. എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ചരക. ഓക്കെ, വെരി ഗുഡ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ചരകന്റെ ടെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണല്ലേ? മെഡിക്കൽ ട്രീറ്റീസ് ഏതാണ്? ചരക സംഹിത. അതും ഇതിനകത്ത് പറയണ്ട്. ആയുർവേദത്തിന്റെ ഫാദർ ചരകയാണ്. ചരക സംഹിത, ദ ഫേമസ് ട്രീറ്റീസ് ഓൺ മെഡിസിൻ കമ്പൈൽഡ് എന്ന് പറഞ്ഞാൽ രചിക്കുക. കമ്പൈൽഡ് ബൈ ചരക. അപ്പൊ ചരകന്റെ ഒരു പ്രബന്ധമാണ് ഫേമസ് ആയിട്ടുള്ള ട്രീറ്റീസ് എന്ന് പറഞ്ഞ പ്രബന്ധം. ചരകന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്രബന്ധമാണ് ചരക സംഹിത. അത് രണ്ടും നോക്കാം. ഫാദർ ഓഫ് ആയുർവേദ ചരകന്റെ ടെക്സ്റ്റ് ചരക സംഹിത നമുക്കറിയാം. ആദ്യത്തെ സർജിക്കൽ സ്കിൽ പ്രൊണൗൺസ് ബൈ സിശ്രുത. പിന്നെ ഒരാളെ കുറിച്ച് പഠിച്ചില്ല അവിടെ? സിശ്രുതനെ കുറിച്ച് പറഞ്ഞില്ലേ? സിശ്രുത ഫാദർ ഓഫ് ആരാണ്? സർജറി അല്ലെ? സർജറിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് സിശ്രുതയാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പഠിച്ചതാണ്. ആൻഡ് ദ സർജിക്കൽ സ്കിൽ പ്രൊണൗൺസ്ഡ് ബൈ സിശ്രുത, ദ ഫാദർ ഓഫ് ഇന്ത്യൻ സർജറി. അണ്ടർലൈൻ ചെയ്തിട്ടോ. കാര്യം പഠിച്ചതാണ്. എങ്കിലും
ഇതിനകത്ത് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. Okay. Father of Indian surgery. Their testimony എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക to the ancient tradition of scientific healthcare among the Indian people. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആ സർജറിയുടെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് സർജറി ശുശ്രുത അല്ലെ? ഇന്ത്യൻ സർജറിയുടെ പിതാവായ ശുശ്രുതൻ രചിച്ച ഒരു ഗ്രന്ഥം അത് നമ്മൾ പഠിച്ചല്ലോ, ശുശ്രുത സംഹിത അല്ലെ? അതിനകത്ത് എന്താ ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചും അതിനകത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ് ശുശ്രുത സംഹിത. അതും പഠിച്ചതാണ്. അപ്പൊ ഇതെല്ലാം പുരാതന ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ പുരാതനമായിട്ടുള്ള പാരമ്പര്യത്തിന് സാക്ഷ്യം വഹിച്ചു ഈ ടെക്സ്റ്റുകളൊക്കെ. Then, historically, the most outstanding hospital in India were those built by King Ashoka. Underline ചെയ്തിട്ടോ? അശോകനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. Historically, the most outstanding hospital in India. Hospital ഒരു ഇന്ത്യയില് നമ്മള് ഏറ്റവും മികച്ച ആശുപത്രി അത് ആര് നിർമ്മിച്ചതാണ്? കിങ് അശോക. The most outstanding hospital in India were those built by King Ashoka. അശോക രാജാവ് നിർമ്മിച്ചതാണ്. അത് നോട്ട് ചെയ്തിടാം. Medicine based on Indian medical principles was taught in the University of Taxila and Nalanda. Taxila എന്ന് കേട്ടിട്ടുണ്ടോ? തക്ഷശിലേനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ, ടാക്സില ഓർ തക്ഷശില. അപ്പോ ഇന്ത്യൻ വൈദ്യശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വൈദ്യശാസ്ത്രം തക്ഷശില, നളന്ദ യൂണിവേഴ്സിറ്റികളിൽ എന്ത് ചെയ്തു? പഠിപ്പിച്ചിരുന്നു. കേട്ടിട്ടുണ്ടോ തക്ഷശില നളന്തയൊക്കെ? ടാക്സില എന്ന് പറഞ്ഞാലും തക്ഷശില തന്നെയാണ് കേട്ടോ. തക്ഷശിലയിൽ പറയുന്ന മറ്റൊരു പേരാണ് ടാക്സില എന്ന് പറയുന്നത്. പാകിസ്ഥാനിലാണ് കേട്ടോ. പാകിസ്ഥാനിലെ സിന്ധു നദിയുടെ തീരത്ത് പഞ്ചാബ് പ്രവിശ്യയിലാണ് തക്ഷശില യൂണിവേഴ്സിറ്റി ഉള്ളത്. പിന്നെ ബീഹാറിലെ രാജ്ഗീറിലാണ് ഈ നളന്ദ. ഇത് രണ്ടും എന്താണ്? നമ്മള് മതപരവും മതേതരപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒക്കെ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സർവകലാശാലകളാണ് നളന്ദയും തക്ഷശിലയും. ഓക്കെ. അപ്പൊ അങ്ങനെ ഇന്ത്യൻ വൈദ്യശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വൈദ്യശാസ്ത്രം തക്ഷശില, നളന്ദ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിരുന്നു. ഓക്കെ. ഇനി ആയുർവേദ അപ്ലൈസ് ദ ത്രിദോഷ തിയറി ഓഫ് ഡിസീസ്. പഠിച്ചിട്ടില്ലേ ത്രിദോഷ? 3 ദോഷങ്ങള്. അതും പഠിച്ചതാണ്. നമ്മളിപ്പോ ആയുർവേദം പറഞ്ഞു 3 ദോഷങ്ങള്. അതിനകത്ത് ഇവിടെ പറയുന്നുണ്ട് ആയുർവേദ അപ്ലൈസ് ദ ത്രിദോഷ തിയറി ഓഫ് ഡിസീസ്. ഏതൊക്കെയായിരുന്നു 3 ദോഷങ്ങൾ? വാത, പിത്ത, കഫ. താഴെ പറയുന്നുണ്ട് ത്രിദോഷ ഡിസ്ക്രൈബ്സ് 3 ദോഷാസ് ഓർ ബയോളജിക്കൽ എലമെന്റ്സ്. ത്രിദോഷം എന്ന് പറയുന്ന 3 ദോഷങ്ങൾ അല്ലെങ്കിൽ ബയോളജിക്കൽ ജൈവ ഘടകങ്ങൾ ഓർ ബയോളജിക്കൽ ഘടകങ്ങളാണ്. വിച്ച് ആർ കണക്റ്റഡ് ടു പേഷ്യന്റ് ഹെൽത്ത്. വാത ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വിൻറ്റ്, പിത്ത ഗാൾ ആൻഡ് കഫ മ്യൂക്കസ്. That disease is explained as the
ഓക്കെ, എല്ലാവരും അവിടെ ഇല്ലേ? നെറ്റിന്റെ ഒരു പ്രശ്നമാണെന്ന് ക്ലാസ് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയി, സോറി കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ത്രിദോഷത്തെ കുറിച്ചാണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ത്രിദോഷ, 3 ദോഷങ്ങള്, വാത, പിത്ത, കഫ. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഡിസീസ് ഈസ് എക്സ്പ്ലെയിൻ ആസ് എ ഡിസ്റ്റർബൻസ് ഇൻ ദ ഇക്വിലിബ്രിയം ഓഫ് ദ 3 ദോഷാസ്. അവിടെ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞാണ്, ഈ 3 ദോഷങ്ങളുടെയും സമഗ്രമായ അവസ്ഥയാണ് ആയുർവേദം എന്നാണ് പറയുന്നത്, അല്ലെ? ആയുർവേദത്തില്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന്, അതിൽ എന്തെങ്കിലും അതിന്റെ ബാലൻസ്, ഡിസ്റ്റർബൻസ് ഇൻ ദ ഇക്വിലിബ്രിയം ഓഫ് ദ 3 ദോഷാസ്. അപ്പൊ അതിന്റെ 3ന്റെയും സമഗ്രമായ അവസ്ഥയാണ് ശരിക്കും ആരോഗ്യം. അതിൽ ഏതെങ്കിലും ഒന്ന് കൂടുകയാണ്, ആ ഇക്വിലിബ്രിയം അതിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ളത് ഏതെങ്കിലും കൂടുവോ കുറയോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതാണ് ശരിക്കും ആയുർവേദത്തിൽ എന്തെന്ന് പറയുന്നത്? രോഗം, അല്ലെ? ഡിസീസ് എന്ന് പറയുന്നത്. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. Disease is explained as a disturbance in the equilibrium of the 3 doshas. അങ്ങനെ പറയുന്നത്. ഈ 3 ദോഷങ്ങളുടെ സമഗ്രമായ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ആരോഗ്യം. അപ്പൊ അതിന്റെ ഇക്വിലിബ്രിയത്തില് ഡിസ്റ്റർബൻസ് വരികയാണ്, ഒന്നിന്റെ കൂടോ അല്ലെങ്കിൽ കുറയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്ന ആയുർവേദം അനുസരിച്ച് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. A concept similar to the theory proposed by the G. അത് സിമിലർ ആയിട്ടുള്ള ഇത് കോൺസെപ്റ്റ് തന്നെയാണ് ഇത് പറയുന്നത്. ഗ്രീക്ക് മെഡിസിനിൽ അത് പ്രപ്പോസ് ചെയ്ത തിയറിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഈ ആയുർവേദത്തില് നമ്മൾ ഡിസീസ്, രോഗം എന്നുള്ളത് പറയുന്നത്. അതർ ഏൻഷ്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ലൈക്ക് യുനാനി. അടുത്തതാണ് യുനാനി. യുനാനി എവിടെ നിന്ന് വന്നതാ? പഠിച്ചതാണല്ലോ. ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. ഫാദർ ഓഫ് യുനാനി അതും പഠിച്ചതാണല്ലോ. ഫാദർ ഓഫ് യുനാനി ആരാ? ഹിപ്പോക്രാറ്റസ്, അല്ലെ? ഹിപ്പോക്രാറ്റസ് ആണ് ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് അടുത്ത ഒരു ഇപ്പൊ ആയുർവേദം നമ്മൾ പഠിച്ചു. രണ്ടാമത് ഇത് അതർ ഏൻഷ്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ലൈക്ക് യുനാനി ആൻഡ് ഹോമിയോപ്പതി. യുനാനി ഹോമിയോപ്പതിയും ഒരു മറ്റുള്ള ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു മെഡിസിനിലെ സമ്പ്രദായമാണ് യുനാനി ഹോമിയോപ്പതി. നോട്ട് ഇന്ത്യ, പക്ഷെ അത് ഇന്ത്യയിലല്ല ഒറിജിൻ. അതാണ് നമ്മൾ പറഞ്ഞു യുനാനിയൊക്കെ എവിടെ നിന്നാണ് വന്നത്? ഒരു ഗ്രീക്കിൽ നിന്നാണ്. ഇന്ത്യയിലെ ഒറിജിൻ അല്ലെങ്കിൽ പോലും ബട്ട് ആർ പോപ്പുലർ ഇൻ ഇന്ത്യ ഈവൻ ടുഡേ. ഇന്ത്യയില് ഇത് എന്താണ്? ഇത് പോപ്പുലർ ആണ്, ഇന്ന് പ്രചാരത്തില് ഉള്ളതാണ് യുനാനി ഹോമിയോപ്പതി. യുനാനിയിൽ എന്തെന്നാ പറഞ്ഞേക്കണേ? യുനാനി സിദ്ധാന്തം എന്താ പറയുന്നേ? മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാ ഉള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ബ്ലഡ്, ബൈല്, ബ്ലാക്ക് ബൈല്, അല്ലെ, കഫം. അങ്ങനെ 4 ദ്രവങ്ങളുള്ളത്. അപ്പൊ ഇതിനകത്ത് ആയുർവേദത്തെ പോലെ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് രോഗം ഉണ്ടാവാൻ കാരണം. അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യുന്നേ? രോഗം എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്തും. അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ 4 സംഗതികളും ബാലൻസ് ആക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്? ഒരു പഴയ ഒരു നമ്മുടെ ചികിത്സാ സമ്പ്രദായമാണ് നമ്മുടെ യുനാനിയും ഹോമിയോപ്പതിയൊക്കെ. അത് ഇന്ത്യയിലല്ല ഒറിജിൻ ചെയ്തെങ്കിലും അത് ഇന്ത്യയിൽ പോപ്പുലർ ആണ്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ്. During the 17th and 18th centuries, there was a slow and balanced growth of modern system of medicine in India. Okay. 17th and 18th centuries. 17-18 നൂറ്റാണ്ടുകളില് ഇന്ത്യയിലെ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു സന്തുലിതമായിട്ടുള്ള വളർച്ചയുണ്ടായി. ഏതൊക്കെ കാലഘട്ടത്തിലാണ്? During the 17th and 18th century. There was a slow and balanced growth of modern system of medicine in India. ഇന്ത്യയില് 17-18 നൂറ്റാണ്ടുകളില് ഒരു മെഡിസിന്റെ, ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ഒരു സാവധാനമായിട്ടും സന്തുലിതമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായി. അതിനകത്ത് പറഞ്ഞിരുന്നത് ഓക്കെ,
starting with the entry of European Christian missionaries in South India in the 17th century. പഠിച്ചില്ലേ? 17th century ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചാണ്. യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി ഈ സൗത്ത് ഇന്ത്യയില് ഒരു ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വന്നു. Starting the entry of European Christian missionaries in South India in the 17th century. Then in 1664 at Chennai, ഇതെല്ലാം നമ്മൾ അവിടെ പഠിച്ചതാണ്. ഇത് വായിച്ച് നിങ്ങളത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലേ? ഇതെല്ലാം നമ്മളത് പഠിച്ചു വെച്ചതിന്റെ ബാക്കി അതൊക്കെ ഒന്നോടെ റിവൈൻഡ് ചെയ്തേക്കാണ്. 1664 നോക്കിയേ. 1664 at Chennai, the British opened the first modern hospital for soldiers. Soldiersനായിട്ട് ആദ്യ modern hospital സ്ഥാപിച്ചത് എന്നാ 1664 ചെന്നൈയില്. അതൊക്കെ ഒന്നോടെ നോട്ട് ചെയ്തിട്ടോ കേട്ടോ. അത് കാര്യം നമ്മൾ പഠിച്ചതാണ്. ഇതൊന്നോടെ നോട്ട് ചെയ്തിടുക. 1664 at Chennai, the British opened the first modern hospital for soldiers in 1664. In 1668, another for the civilians. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 1668 ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചു. അത് രണ്ടും നമ്മളാ എവിടെയാ നമ്മൾ അടുത്ത 17th century നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഹോസ്പിറ്റൽ ഫോർ 1664 in Chennai for the soldiers. സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് എന്നാണ് 1664 അല്ലെ? 1668 ആണ് കേട്ടോ. 1668 ആണ്. 1668 സിവിലിയൻസിന് വേണ്ടിയിട്ട്. ആൻഡ് ഇൻ 1668 ഫോർ സിവിലിയൻസിന് വേണ്ടിയിട്ട് 1668 ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. അത് നമ്മൾ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലില് 17th century ക്ലിയർ ആയിട്ട് പഠിച്ചത് തന്നെയാണ് കേട്ടോ. അത് നോക്കാം. 1668 ആണ് കേട്ടോ. Then another for the civilians population. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 1668 then സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് 1664 ചെന്നൈയിലും ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. Then organized medical training began with the opening of the first medical college. എന്താണ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ്? in Calcutta 1835. ഇത് നമ്മൾ പഠിച്ച first medical college in Calcutta in 1835 and followed by a school in Mumbai. Mumbai 1845. 1845 മുംബൈയില് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. ചെന്നൈ 1850. ആ 3 ഡേറ്റും നമ്മൾ അന്ന് പഠിച്ചു വെച്ച ഡേറ്റ് അതുപോലെ തന്നെയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. 1664 പിന്നെ 1668. ഓക്കെ, 1668. പിന്നെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ കറക്റ്റ് ആണ്. Organized medical training began with the opening of the first medical college in Calcutta 1835. Followed by the school in Mumbai 1845. Chennai 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അന്ന് പഠിച്ചതൊക്കെ ഒന്നോടെ റിഫ്രഷ് ചെയ്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ഇത് വീണ്ടും പറയണ്ടല്ലോ. നമ്മൾ അന്ന് പഠിച്ചു, ഇപ്പോഴും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ബോറടിക്കണ്ടാവും ഹിസ്റ്ററി ആയതുകൊണ്ട് അല്ലെ? ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ അങ്ങനെയല്ലേ, കുറെ നേരം നമ്മളിങ്ങനെ ചരിത്രമൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും അല്ലെ? ഇല്ല അല്ലെ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയ ഹെൽത്ത് സെനാരിയോ. ആരോഗ്യ രംഗങ്ങൾ. Health scenario. Over the past decades, healthcare services available in India have increased dramatically. കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യയില് ഒരു ലഭ്യമായിട്ടുള്ള ഒരു ആരോഗ്യ സേവനങ്ങൾ എന്ത് ചെയ്തു? ഗണ്യമായി ഉയർന്നു വന്നു. ഇൻക്രീസിംഗ് available in India have increased dramatically. The doctor to, ഇത് നമ്മൾ പഠിച്ച the doctor to population ratio in India എത്രയാ? 1:2148. 1:2148 ഒക്കെ വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. ഇതിന്നൊന്നും ഇപ്പൊ അങ്ങനെ അധികം ക്വസ്റ്റ്യൻ ഒന്നുമില്ല. The infant mortality rate. infant mortality
ശിശുമരണ നിരക്ക് അല്ലെ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് എത്രയാ? ഈസ് 64 per 1000 live births. 1000 ജനനങ്ങളില് അതിനകത്ത് അതിന്റെ റേറ്റ് 64 ആയിരുന്നു. 64. Infant mortality rate is 64 per 1000 live births. The overall mortality rate has declined from 27.4 in 1991 to 8 per 1000 population in 2002. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 1991 എത്ര ഉണ്ടായിരുന്നു? 27.4 നിന്ന് മൊത്തത്തിലുള്ള ഒരു മരണനിരക്ക് ഇതാണ്. The overall mortality rate, മൊത്തത്തിലുള്ള ഒരു മരണനിരക്ക് നോക്കിയേ 27.4. 1991 27.4 നിന്ന് 2002 ആയപ്പോഴത്തേക്കും എത്രയായത്? 8 ആയി. 8 per 1000 population. And the life expectancy at birth has increased from 37.2 years to 60.6 years over the same period. അതുപോലെ 1000 ജനസംഖ്യയിൽ അത് നമ്മള് 1000 ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഏതാ 27.4 എന്നുള്ളത് 8 ആയി അവിടെ കുറഞ്ഞു. 27.4 ആയിരുന്നു, അത് 8 ആയി കുറഞ്ഞു. ആൻഡ് പിന്നെ അതുപോലെ തന്നെ അതേ കാലയളവില് നമ്മൾ പറഞ്ഞിരുന്നത് 37.2 വർഷത്തിൽ നിന്ന് 60.60 വർഷമായിട്ട് ആ ബർത്തുകള് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, ജനന സമയത്തുള്ള ആയുർദൈർഘ്യം എന്താണ്? ജനന സമയത്തെ ആയുർദൈർഘ്യം എത്രയായി കൂടി? 37.2. അതിൽ നിന്ന് എത്ര? 60.6 വർഷമായി അത് വർദ്ധിച്ചു. അതൊക്കെ വെറുതെ ഇയർ മാത്രമേ ഉള്ളൂ, അത് വെറുതെ അങ്ങ് നോക്കിയാൽ മതി. സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന ഇൻഡിപെൻഡൻസ് ആ ഒരു സാന്ദ്രതയ്ക്ക് ശേഷം, since independence, plentiful progress have been achieved in the promotion of health in India. ഇന്ത്യയില് ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ധാരാളം പുരോഗതികള് കൈവരിച്ചു. Okay, smallpox has been eliminated. Smallpox ഇവിടുന്ന് eliminated ആയി. And mortality from cholera and other related diseases has decreased. അപ്പോ ഈ കോളറ അല്ലെങ്കിൽ നമ്മള് മറ്റുള്ള കോളറ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ എന്താ? മരണനിരക്ക് അല്ലെ. കോളറയിൽ നിന്നും മറ്റുള്ള ഡിസീസുകളിൽ നിന്നും ഒക്കെ ഉള്ള മരണനിരക്ക് എന്തായി? കുറഞ്ഞു. smallpox തന്നെ eliminate ചെയ്തു. And mortality from cholera and other related, കോളറയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങള് അത് എന്ത് ചെയ്തു? കുറഞ്ഞു. But എന്നാൽ ഇവിടെ പറഞ്ഞ episode of cholera continue to remain and the incidence of tuberculosis is not minimal. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? smallpox eliminate ആയെന്ന് പറഞ്ഞു. അത് മോർട്ടാലിറ്റി മരണനിരക്കാണ്, ആ മരണമാണ്. ഇപ്പൊ കോളറയോ അല്ലെങ്കിൽ മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളുമായിട്ടുള്ള മരണനിരക്ക് കുറഞ്ഞു. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? നമ്മള് ഒരു സിൻസ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയില് ആരോഗ്യം പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുക. ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതില് ധാരാളം പുരോഗതി കൈവരിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട് സ്മോൾ പോക്സ് എലിമിനേറ്റ് ആയി, ഇവിടുന്ന് പോയി എലിമിനേറ്റ് ആയി. ആൻഡ് ദ മോർട്ടാലിറ്റി മരണനിരക്ക് കോളറയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളുമായിട്ട് മരിക്കുന്നവരുടെ ആ മരണനിരക്ക് എന്ത് ചെയ്തു? മരണനിരക്ക് അവിടെ കുറഞ്ഞു. ഓക്കെ, മരണനിരക്കാണ് കുറഞ്ഞത്. ഇനി എന്നാൽ episode of cholera continue to remain and incidence of tuberculosis is not minimal. പക്ഷെ എന്താ? ആ കോളറയുടെ ആ ഒരു സംഭവമില്ലേ, കോളറ എന്ന് പറയുന്ന കോളറ നമുക്കത് അതിൽ നിന്നുള്ള മരണനിരക്ക് കുറഞ്ഞു. പക്ഷെ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന കോളറ ഇങ്ങനെ അതിന്റെ എന്താ പുരോഗമിച്ചുകൊണ്ടിരുന്നു, അത് പുതുതായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. And the incidence of tuberculosis, എന്നാൽ ഈ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ സംഭവം അധികം കുറവല്ല. നോട്ട് മിനിമൽ എന്ന് പറഞ്ഞേക്ക്, മിനിമൽ അല്ല, അധികം കുറവില്ല, കുറഞ്ഞിട്ടില്ല.
അപ്പൊ എന്താ അവിടെ പറയുന്നത്? അതിൽ നിന്നുള്ള മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ സംഭവം കോളറ റിപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള ട്യൂബർകുലോസിസ് ഒക്കെ അത് ഇസ് നോട്ട് മിനിമൽ, അത് കുറഞ്ഞിട്ടില്ല. The situation in regard to public sanitation, preventive health care, control of communicable disease, and the health education needs to be refined. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ അതിന് ഇതായിട്ട് നമ്മൾ എന്തിനു കുറയ്ക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം? സാനിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ? The situation concerning public sanitation എന്ന് പറഞ്ഞ പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ പ്രതിരോധ ആരോഗ്യ സംവിധാനം, ആൻഡ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ അല്ലെ? ഇൽനെസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഒരു എക്സാമ്പിൾ പറയാം, ഒന്നോ രണ്ടെണ്ണം പറയാമോ? ഏതൊക്കെയാ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിള്? മലേറിയ ഉണ്ട്, ട്യൂബർകുലോസിസ്, ഇൻഫ്ലുവൻസ, എബോള, ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഇതൊക്കെ ഇതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്. കോവിഡ് ഇതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് ഉദാഹരണമാണ്, സാംക്രമിക രോഗങ്ങൾ അല്ലെ? ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ് ടു ബി എൻഹാൻസ്, എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ഇതിന് നമ്മളൊന്ന് ഇത് അതാ കോളറ അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവിടെ കുറഞ്ഞിട്ടില്ല, അതിനുള്ള മരണനിരക്കാണ് കുറഞ്ഞത്. ഈ സിറ്റുവേഷനെ മുൻനിർത്തിക്കൊണ്ട് പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ പ്രതിരോധ ആരോഗ്യ സംരക്ഷണം, പിന്നെ സാംക്രമിക രോഗം, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗം, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ് ടു ബി റീഫൈൻഡ്. അതെന്ത് ചെയ്യണം? നമ്മള് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. റീഫൈൻ എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുക. Okay, in addition to the disease of poverty and malnutrition, non-communicable disease related to urbanization such as ഏതൊക്കെയാണ് ഇവിടെ തന്നേക്കുന്നത്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഡയബറ്റീസ് മെലിറ്റസ് കേട്ടിട്ടുണ്ടോ? ഡയബറ്റീസ് മെലിറ്റസ്, ഡയബറ്റീസ് എന്താ? A group of disease that is too much sugar, like sugar level കൂടുന്നത്. Diabetes mellitus, hypertension, BP, other blood pressure കൂടുന്നത്. Hypertension, cardiovascular disease. Cardiovascular എന്താ? ഹൃദയവും അതുപോലെ തന്നെ ബ്ലഡ് വെസലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെ? അതിന്റെ ഒരു ഡിസോർഡർ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ. പിന്നെ അടുത്താണ് ജെറിയാട്രിക് പ്രോബ്ലംസ്. അത് കേട്ടിട്ടുണ്ടോ? ജെറിയാട്രിക് പ്രോബ്ലംസ് എന്ന് എഴുതി വെച്ചോ. ആർ ഹെൽത്ത് കണ്ടീഷൻ, ജെറിയാട്രിക് പ്രോബ്ലംസ് ആർ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് ആർ കോമൺ ഇൻ ഓൾഡർ പീപ്പിൾ. വയോജനങ്ങളിലൊക്കെ ഓൾഡ് ഏജ് അല്ലെങ്കിൽ വയോജന പ്രശ്നങ്ങൾ. അപ്പൊ ഈ നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? ഇൻ അഡീഷൻ അപ്പൊ കുറച്ച് ഇത് പറഞ്ഞു നമ്മള് ഏതൊക്കെയാ? റിഗാർഡ് ടു പബ്ലിക് സാനിറ്റേഷൻ, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ്. ഇതൊക്കെ എന്ത് ചെയ്യണം? ടു ബി റീഫൈൻഡ്. അതൊക്കെ പുരോഗമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻ അഡീഷൻ, അതിന്റെ ഒപ്പം തന്നെ എന്താ പറഞ്ഞ? ഇൻ അഡീഷൻ ടു ദ ഡിസീസ്, ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്താണ്? പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, പിന്നെ അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ്, മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്. മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് തുടങ്ങിയ രോഗങ്ങൾക്ക് പുറമെ എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് റിലേറ്റഡ് ടു അർബനൈസേഷൻ, അതായത് നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് വരുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഏതൊക്കെയാ? സച്ചാസ് ഏതൊക്കെ? അപ്പൊ അതിനകത്ത് ചോദിക്കാട്ടോ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർടെൻഷൻ, cardiovascular disease and cancer are the cause of concern. ഇതെന്താ? അടുത്തതിലാണ് കേട്ടോ ജെറിയാട്രിക് പ്രോബ്ലം പറയുന്നത്. അപ്പൊ ഇത് നാലെണ്ണൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
അത് അടുത്തേക്ക് നമുക്ക് പറയാം. അതിന്റെ ഒപ്പം തന്നെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത സെന്റൻസിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. ഇതൊന്ന് നോക്കി വെക്കാം. അപ്പൊ നമ്മൾ ഇത്രയും ആദ്യം പറഞ്ഞതിന് പുറമെ ആയിട്ട് ദാരിദ്ര്യോ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ തുടങ്ങിയ ആ രോഗങ്ങൾക്ക് പുറമെ നമുക്ക് അർബനൈസേഷൻ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് വരുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാ? ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് ക്യാൻസർ. ഇതെല്ലാം എന്താണ്? അതെല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ, ക്യാൻസർ തുടങ്ങിയവയെല്ലാം നമ്മൾ അത് പരിഗണിക്കേണ്ടതുണ്ട്. കൺസേൺ റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്, അതിന്റെ ഒപ്പം തന്നെ പറയാണ് റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്, അവിടെയാണ് ജെറിയാട്രിക് പ്രോബ്ലംസ്. അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ജെറിയാട്രിക് പ്രോബ്ലംസ് വെച്ചോ. Geriatric problems are health condition that are common in older people. Geriatric problems are health condition that are common in older people. നമ്മൾ ആ മറ്റുള്ള രോഗങ്ങൾക്ക് പുറമെ നമ്മൾ പറഞ്ഞു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് ക്യാൻസർ ആർ കോസ് ഓഫ് കൺസേൺ. ഇതെല്ലാം ഒരു ആശങ്കാജനകമാണ് അവിടെ. ഇതും കൂടി നമ്മൾ അതും ആളുകൾക്ക് ഒരു പേടിപ്പെടുത്താൻ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മൾ എന്താ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ അതും എന്താണ് ആശങ്കാജനകമാണ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്, ജെറിയാട്രിക് പ്രോബ്ലംസ്, ഏജ് ആയിട്ടുള്ള ഓൾഡർ പീപ്പിൾ വരുന്ന രോഗമാണ്. ആൻഡ് കോംപ്ലിക്കേഷൻ ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറയാം കേട്ടോ. അതിനെ നമ്മൾ വേറെ എയ്ഡ്സിന്റെ പറഞ്ഞല്ലോ, ഷോർട്ട് ഫോം ഏതാ? അതേതാ? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോംസ്, എയ്ഡ്സ്. HIV കാരണം, HIV വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ്. അതുകൊണ്ട് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതെന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ഈ ശരീരത്തിന്റെ രോഗപ്രതിരോധ വ്യവസ്ഥ അതിനെ സ്വയം അത് ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കുന്നതാണ്. അതായത് നമ്മൾ ഒരു ഫോറിൻ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ച് നമ്മുടെ ബോഡി തന്നെ, നമ്മുടെ ബോഡിയിലുള്ള സ്വയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, നമ്മൾ ഫോറിൻ പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനോട് പ്രതികരിക്കുമല്ലോ. ഇതാണ് ഒരു സ്വയം രോഗപ്രതിരോധ രോഗത്താല് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ വ്യവസ്ഥ സ്വയം ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കുന്നതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് ചോദിക്കില്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് എന്ന ബ്രാക്കറ്റിൽ എയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ആർ ഓൾസോ നോൺ ടു ഇൻക്രീസ്. ഇതെല്ലാം എന്താണ്? ഇൻക്രീസ്, വർദ്ധിച്ച് വരികയാണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇതിനൊപ്പം തന്നെ എന്ത് ചെയ്യാൻ? വർദ്ധിച്ച് വരികയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ആ ഒരു പാരഗ്രാഫ് മൊത്തത്തില് എന്താ പറഞ്ഞേക്കുന്ന അവിടെ? ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യം ലഭിക്കുന്ന ശേഷം നമ്മള് ഈ ഹെൽത്ത് കെയർ സെക്ടേഴ്സിലൊക്കെ നമുക്ക് എന്താ പറയാ ആ ഒരു ആരോഗ്യം പ്രോത്സാഹനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുറെ പുരോഗതികളൊക്കെ കൈവരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്മോൾ പോക്സ്, പിന്നെ അതുപോലെ തന്നെ കോളറ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ, അതിൽ നിന്നുള്ള മരണനിരക്ക് കുറഞ്ഞു. മനസ്സിലാവുള്ള നിങ്ങൾക്ക്? അതിൽ നിന്നുള്ള മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കോളറ അല്ലെങ്കിൽ ആ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ സംഭവം കുറഞ്ഞിട്ടില്ല. ഓക്കെ, അതിൽ നിന്ന് മരിക്കുന്നവരുടെ എണ്ണം, മോർട്ടാലിറ്റി റേറ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അത് മൂലം ഉണ്ടാകുന്ന മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ അത് കുറഞ്ഞിട്ടില്ല. ഇനി അടുത്ത് പറഞ്ഞേക്കാണ് സിറ്റുവേഷൻ ഇൻ റിഗാർഡ് ടു പബ്ലിക് സാനിറ്റേഷൻ, പൊതു ശുചിത്വമായി ബന്ധപ്പെട്ട സാഹചര്യം, പ്രതിരോധ ആരോഗ്യ സംവിധാനം, പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങളുടെ കൺട്രോള്,
and then in and health education needs to be refined. Need to be അതെല്ലാം എന്ത് ചെയ്യാണ്, ഇതെല്ലാം മെച്ചപ്പെടുത്തുകയാണ്, എന്നിവ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ് ടു ബി റീഫൈൻഡ്. റീഫൈൻഡ് എന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക, ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇനി അതിന്റെ ഒപ്പം തന്നെ ഇതാണ്, ഇൻ അഡീഷൻ ടു ദ ഡിസീസ് ഓഫ് ദാരിദ്ര്യം മൂലം നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാം അല്ലെ. പാകത്തിന്റെ ഭക്ഷണമൊക്കെ കഴിക്കാതെ ദാരിദ്ര്യം കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് അല്ലെ, നമുക്ക് മാൽന്യൂട്രീഷൻ കൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാം. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടാവാം, നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് such as diabetic mellitus, hypertension, cardiovascular disease, cancer, ഇതെല്ലാം അവിടെ നമ്മൾ എന്താണ് അതെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു ആശങ്കജനകമായി നിൽക്കുകയാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻസ് അല്ലെ, അതൊക്കെ കൂടി വരികയാണ്. റോഡ് ട്രാഫിക് ആക്സിഡൻസ്, ചെറിയാട്രിക് പ്രോബ്ലം, വാർദ്ധക്യജനകമായിട്ട് വയോജന പ്രശ്നങ്ങള്, ചെറിയാട്രിക് പ്രോബ്ലംസ് ആൻഡ് കോംപ്ലിക്കേഷൻ ഓഫ് autoimmune deficiency syndrome are also on to increase. ഇതെല്ലാം എന്ത് ചെയ്യാണ്, വർദ്ധിച്ച് വരികയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇത് നിങ്ങൾ വിഷമിക്കേണ്ട, അത് ഹിസ്റ്ററി ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനും പറ്റില്ല. ഇത് നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ ജസ്റ്റ് ഹിസ്റ്ററി ആയതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ കുറെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഡേറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്, ചരക, സുശ്രുത, യുനാനി, ആയുർവേദ, ഇതൊക്കെ കുറെ വരുന്നുണ്ടായിരുന്നു. ഓൾറെഡി പഠിച്ചതാണ്, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു വെച്ചേക്കും കേട്ടോ. ഇനിയിപ്പോ നമുക്ക് അടുത്ത സെക്ഷനൊക്കെ ഓക്കെ ആണ്, പലതരത്തിലുള്ള ഇതൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ടൈപ്പ് ഓഫ് ഹോസ്പിറ്റലുകള്, അതിന് ഓരോ ബേസ്, ഓരോന്നിന്റെ ക്ലാസിഫിക്കേഷന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇതാണ്. ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടി ഉള്ളൂ, അപ്പൊ ആ ഹിസ്റ്ററി അങ്ങ് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമില്ല. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ആണ് ക്ലാസ്, അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് ബോറടിക്കില്ല. ഇത് ഹിസ്റ്ററി ആകുമ്പോഴേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വെറുതെ കഥ പോലെ കേട്ടിരിക്കാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും നിങ്ങളൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം. അൺമ്യൂട്ട് ആക്കണോ? ഓക്കെ. ആരാണ് അൺമ്യൂട്ട് ആക്കാൻ പറഞ്ഞത്? മിസ് ഞാനാണ്. ഒരു മിനിറ്റ് കേട്ടോ.